സർ, ഹോം മിനിസ്റ്റർ. Well done, well done. You have done a fantastic job, Inspector. Thank you, sir. No. It's for me to thank you. Actually, I was on my way to Mysore, but I thought I should personally drop in and congratulate you. Hope you got clinching evidence to nail these two fellows, okay? Sir. Good work. Keep it up. നമസ്കാരം. ബെയിൽ ആപ്ലിക്കേഷൻ സാർ. ബെയിലാ അവങ്ങൾക്കാ? കൊടെ കഷ്ടം. ആനാ law is law. നമ്മളാലെ തടുക്ക മുടിயாது. We are helpless. I'm afraid this is valid. Come on, release them. Sir. No. Don't feel dejected. உங்க கையிலும் law இருக்கு. Give bail now. Take them to court later. Come on. Okay? ஜெயசங்கர். ஒரு 2 எழுத்த மாத்தி எழுதிட்டா ஜெயசிங்கம். சிங்கம் தான்பா. பாருபா, நம்ம விஷயத்துல அந்த பனிஷ்மெண்ட், சஸ்பென்ஷன், டிரான்ஸ்பர் எதுவும் கிடையாது. நீங்க தான் இருக்கணும், நம்ம பக்கத்திலேயே இருக்கணும். எப்படி? அதுதான் எனக்கு தேவை. டேய் தம்பி, வாடா. ಎವಡನೆ ಯಾಕೆ ಬಿಟ್ಟದು? ನಿನ್ನ ಅಭಿಪ್ರಾಯ ಸರ್? ಪೊಲೀಸ್ ಏನು ಮಾಡಿದ್ರು ಸರ್? ಎವಡ್ರೆ ಏನು ಕೊಟ್ಟಿದ್ಯಾ? ಪ್ಲೀಸ್ ಪೊಲೀಸ್ ಏನು ಮಾಡಿದ್ರು ಸರ್? Ready? No. Leave him. Hey! നീ ഇതെങ്ങനെ ഡൽഹിയിൽ നിന്ന് കറക്റ്റ് സമയത്ത് ക്യാമറയെ തൂക്കി പിടിച്ച് അവിടെ എത്തി? അതാണ് ന്യൂസ് ഫോർ ന്യൂസ്. വന്നിറങ്ങിയ ഉടനെ ട്രിബ്യൂണിലേക്ക് ഫോൺ ചെയ്തു. അപ്പോഴറിയുന്നു ഹോട്ട് ന്യൂസ്. ഏട്ടൻ 2 കൊമ്പന്മാരെ പിടിച്ചു കെട്ടിയിരിക്കുന്നു. പിന്നെ പറന്നു പോലീസ് സ്റ്റേഷനിലേക്ക്. എന്നിട്ട് കണ്ടല്ലോ, മന്ത്രി, MLA, മറ്റവനും മറിച്ചവനും കൂടെ കയറി വന്ന് പോലീസിന്റെ മാനം കെടുത്തിട്ട് ഇറങ്ങി പോകുന്നത്. അതെ, ഇതാണ് പോലീസ് ഉദ്യോഗം. ഓർമ്മിച്ചോ? പിന്നെ എന്തായി നിന്റെ IPS ഇന്റർവ്യൂ ബോർഡിനെ മലത്തടിച്ചോ? ആ, ഒരുവിധം. അപ്പൊ സെലക്ഷൻ ഉറപ്പ് അല്ലേ? നീ ആ ബോട്ടിൽ എങ്ങനത്തെ? അനിയൻ IPS കിട്ടാൻ പോണെന്ന് പറഞ്ഞ് ഇപ്പോഴേ തുടങ്ങാൻ പോവാ. അത് വേണ്ട, ഇന്ന് ഇത്ര മതി. ഉമേ പ്ലീസ്. ന്യായമായൊരു ആവശ്യമല്ലേ എടുത്തി, ഒന്നുകൂടെ കൊടുത്തേക്കുന്നു. വേണ്ട, നിന്റെ റെക്കമെൻഡേഷൻ ഒന്നും വേണ്ട. സാറ് മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ചാൽ മതി. ഡോണ്ട് വറി വലിയേട്ടാ, ഈ ഫീമെയിൽ ഷോവനിസത്തിനെതിരെ നമുക്കൊന്ന് പൊരുതി നോക്കാം. താക്കോൽ എവിടെ വെച്ചെടുത്തി? എന്താ? അല്ല, കള്ളന്മാരെ 3 സൂക്ഷിക്കണം. കണ്ണ് തെറ്റിയാ മതി. താക്കോലും ഉണ്ടാവില്ല, ബോട്ടിലും ഉണ്ടാവില്ല.
അയ്യോ അത് അവിടുന്ന് ഒരു ചുണ്ടലി പാറ്റ. പാറ്റ പാറ്റ, ചുണ്ടലിയും പാറ്റയും. നല്ല ഒരു ചേട്ടനും അതിന് പറ്റിയ അനിയന്മാരും തികഞ്ഞ ഒരു അനിയത്തി. കൊള്ളാം കൊള്ളാം. അരി അധികം കൊടുക്കണ്ട കേട്ടോ. ഏയ് ജസ്റ്റ് വൺ, അത്രേ ഉള്ളൂ എടുത്തി. എവിടെ അവള്? താക്കോല് മോഷ്ടിച്ച കള്ളി. അതോ അവളെ ഇന്ന് ഞാൻ എന്നാടാ തനിക്കൊന്നാവാമല്ലേ? അയ്യോ അമ്പടാ. ഈ എടുത്ത് ചെവി പിടിച്ച് തിരുമ്മിയിട്ട്. ഹലോ, എടുക്കണം സാർ. നീ കണക്കെഴുതി വെച്ചോടി, ശമ്പളം കിട്ടട്ടെ. അപ്പൊ 5 പ്രാവശ്യം താക്കോല് മോഷ്ടിച്ചെന്ന കണക്കില് ബാലൻസ് 50. ഇന്നും കൂടെ കൂട്ടുമ്പോ 60. വലിയേട്ടാ ദേ കണക്ക് പെരുകിക്കൊണ്ടിരിക്കുക. പലിശയും പൊടുവി കൈമലത്തരുത്. ഇങ്ങനെ പോയാലേ നിന്നെ കെട്ടിച്ചയക്കാനുള്ളത് മുഴുവൻ നീ തന്നെ സമ്പാദിക്കുന്ന ലക്ഷണം ഉണ്ടല്ലോ. ഏട്ടന്മാരുടെ ഭാരം കുറയട്ടെന്ന് വെച്ചിട്ടാ. ഓഹോ, അയ്യോ ചെല്ലട്ടെ, എടുത്ത് താഴെ വടിയും കൊണ്ട് നിൽക്കുന്നുണ്ട്. താങ്ക് യു. അച്ഛൻ മരിച്ച ഒഴിവ് ഞാൻ സർവീസ് കയറുമ്പോ അവക്ക് വയസ്സ് 3, ഹരിക്ക് 6, നിനക്ക് 12. അമ്മയ്ക്ക് വലിയ മോഹമായിരുന്നു അച്ഛനോടൊപ്പം പോലീസ് യൂണിഫോമിൽ ആമക്കൾ 3 പേരും നടുക്കിങ്ങനെ തലയെടുത്ത് പിടിച്ച് അഭിമാനത്തോടെ അമ്മയെ നിൽക്കുന്ന ഒരു പടമെടുത്ത് ഇതുപോലെ ചുവരിൽ തൂക്കണമെന്ന്. ഇന്നിപ്പോ അമ്മയുണ്ടായിരുന്നെങ്കിൽ പ്രാർത്ഥിച്ചേനെ, മക്കൾ ആരും ഒരു ജന്മത്തിലും പോലീസ് ആവരുതേ എന്ന്. വേണ്ട, ഇനി ഇരുന്നാല് വലിയേട്ടൻ വെറുതെ ഇമോഷണൽ ആകും. ഗുഡ് നൈറ്റ്. വല്യേട്ടൻ ഇന്ന് ശരിക്കും മറിയടാണല്ലോ. ആ ഗൗഡ ഇനി ഇന്നത്തെ ഗ്രഡ്ജ് വെച്ച് വല്യേട്ടനെ എന്തെങ്കിലും. ഏയ്, ദാറ്റ്സ് ഓൾ പാർട്ട് ഓഫ് ഹിസ് ജോബ് യാർ. ജസ്റ്റ് ഡോണ്ട് ബോദർ.
ஏன்பா போலீஸ் கேட்டா எல்லாத்தையுமே சொல்லிடுறதா? சே சே, உங்களுக்கு என்னடா கம்மி பண்ண? பணம் கேட்டா பணம் கொடுத்தேன், எல்லாத்தையுமே செஞ்சனே இல்ல? ஆ. ஏய்! சொல்லுடா, போலீஸ்ல எதுக்குடா என் பேரை சொன்ன? சரி, அப்போ பேச மாட்டீங்க? பேசவே மாட்டீங்களா? கண்ணா வாய தருமா? அப்படி இல்ல, பெருசா. புரியல? ஐயோ மாடி, எவ்வளவு பெரிய நாக்கு! டேய் டேய், இவன் நாக்க பாத்தீங்களா? எவ்வளவு பெருசா இருக்குதுல, குதிரை நாக்கு மாதிரி. குதிரை நாக்கு மாதிரி வச்சுக்கிட்டு பேச மாட்டேன்றிய, அப்புறம் எதுக்கு இந்த நாக்கு? கிருஷ்ணா சார், அத குடுறா, அத கொண்டு வாடா, குடுறா இங்க. உங்களுக்கு தேவையில்லாத இந்த நாக்கு எங்களுக்கு தேவை. கொடுப்பீங்களா சார்? கொடுப்பீங்களா? நீங்க கொடுக்கலன்னா கூட நாங்க எடுத்துக்குவோம். எப்படி சௌகரியம்? இந்த நாக்கு எனக்கு தேவை. மேடம், கவுடா கவுடா அடடா, அவசரப்படாதம்மா, அங்கே நில்லு, நான் வரேன். ஆஹா ஆஹா, என்னம்மா நல்லா இருக்கிறியா? உன்னை பார்த்தாலே தெரியுதே நல்லா இருக்கிற. ஓஹோ, வீடு ரொம்ப பிரமாதம் இல்ல? இதோப்பா, கடவுளே ஆண்டவா, கடவுளே கடவுளே கடவுளே. இதோ பாருமா, இந்த கடவுளை நீ தினம் கும்பிடு. உன்னுடைய ஆஸ்தி, அந்தஸ்து, ஐஸ்வர்யம் எல்லாம் 1க்கு 10 மடங்கு ஆயிடும். எங்கேயோ போயிடுவேன். புரியல? புரியலையா? ஆமா சாண்ட்ரா, என்னுடைய அஸ்திவாரமே அவர்தான்மா, பவுண்டேஷன். என்னுடைய ஆஸ்தி, அந்தஸ்து, நான் இந்த பொசிஷன் வரதுக்கு காரணமே அவர்தான். அவர் போட்டோவை பார்த்த உடனே கடவுளை நேரா பார்த்த மாதிரி ஒரு பக்தி வந்துருச்சு. இதோ 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 என் பக்கத்திலே மேல கீழே அங்க இங்க அவர் ஓடி ஆடுற மாதிரி ஒரு ஃபீலிங், ஒரு பயம். இத நான் முதல்ல நினைச்சிருந்தேன்னு வச்சுக்கோ, கடவுள் சத்தியமா அந்த வீட்டு வாசல் கூட நான் காலை வச்சுக்க மாட்டேன். வாமா வா வா வா, அட என்ன இந்த மாதிரி மக்கார் பண்ற நீ? தங்கச்சி மாதிரி வா 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 வா. மெதுவா மெதுவா, வழுக்குது வழுக்குது, அதுதான் கை கெட்டுமா பிடிச்சுக்கிறேன். வா 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 வா, உக்காரு. உக்காரு. தா பொண்ணு, குடிக்க ஒரு கிளாஸ் தண்ணி கொண்டு வா. அடி என்ன நீ நின்னுங்கிற? உக்காரு, புது சோப்பாலாம் ஆட்டி வச்சுக்கிற. என்னம்மா, உன் டிஸ்டிலரிஸ் பிசினஸ் எல்லாம் நல்லா நடக்குதா? அட வாய திறந்தா பதில் சொல்லம்மா. கூச்சப்படுறியா? பரவாயில்ல. கேள்விப்பட்டேன் உன் மேனேஜ்மெண்ட், உன் கெப்பாசிட்டி பத்தி ரொம்ப ரொம்ப கேள்விப்பட்டேன். புத்திசாலி பொண்ணு, எல்லாம் உங்க ஒப்ப மாதிரியே. தண்ணியா கொண்டா. சாண்ட்ரா, இது தண்ணி, பச்சை தண்ணி. இதுல சர்க்கரை, சுகர் போட்டு கலக்கி குடிச்சா இனிப்பா இருக்கும். இதுலயே சாராயத்தை ஊத்தி குடிச்சா கசக்கும், கிக்கடிக்கும். இதே பச்சை தண்ணியில விஷம், பாய்சனை கலக்கி குடிச்சா செத்து போயிடுவேன். நான் இந்த தண்ணி மாதிரி. ஞாபகத்துல வச்சுக்கோ, நான் இந்த தண்ணி மாதிரி, நீ இந்த சில்லு மாதிரி உடஞ்சிருவ.
എങ്ങനെയുണ്ടാ? നല്ല ഇമ്പ്രൂവ്മെന്റ്. ചികിത്സ ഫലിക്കുന്നുണ്ട്. ഒരു 2 ആഴ്ച കൂടെ കഴിഞ്ഞാൽ ഇവനെ ഒന്ന് റേസിന് ഇറക്കി നോക്കണം. ജസ്റ്റ് ഒരു ട്രയൽ റൺ. ഹായ് ശിവപ്പ. ഹായ്. ഹായ് മുരുകൻ. ഹലോ. ഹായ് അൻവർ. എന്താ നീ ഇത്ര ഉത്സാഹത്തില്? ശിവപ്പ, ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ വീട്ടിൽ വന്ന് സ്കെയർ ചെയ്തതിന് ഞാൻ ഗൗഡയോട് തിരിച്ചു ചെയ്യുമെന്ന്. എന്നെങ്കിലും നൗ ഇസ് ദ ടൈം. See this. എന്താ ഇത്? വൈറ്റൽ ഇൻഫർമേഷൻ ഫ്രം മാംഗ്ലൂർ. അതായത് ശിവപ്പയ്ക്ക് ഓർമ്മയില്ലേ പഴയ ജബാറിനെ, ഡാഡിയുടെ പഴയ ഫ്രണ്ട്, മാംഗ്ലൂരില് ഗൗഡയുടെ സ്മഗ്ലിംഗ് ഏജന്റ്. ആ, അയാളും ഗൗഡയും തമ്മിൽ തെറ്റി. അതറിഞ്ഞ് ഞാൻ അയാളെ കോണ്ടാക്ട് ചെയ്തു. ഹീസ് ആൾവേസ് ആഫ്റ്റർ ഫാസ്റ്റ് ബഗ്. അയാൾ ഇന്ന് രാവിലെ കൊടുത്തയച്ച മെസ്സേജാണ്. ഇത് മതി തൽക്കാലം ഗൗഡയെ ഒന്ന് വെറുപ്പിക്കാൻ. കമോൺ, ഐ വിൽ ഗിവ് ദ ഡീറ്റെയിൽസ്. തീക്കളിയാണ്, അറിയാവല്ലോ. ഓ യെസ് ശിവപ്പ, എനിക്ക് വേണ്ടി പ്ലീസ് ഒരു ചെറിയ റിവഞ്ച്. ആ